മലപ്പുറത്തെ വിവരാവകാശ പ്രവർത്തകൻ കബീർ മണ്ണിശ്ശേരിയെ നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പി.കെ. ബാവയും സംഘവും കയ്യേറ്റം ചെയ്തതായി പരാതി. സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യ ചെയ്തത് ചോദ്യം ചെയ്തതിന് കബീർ മർദ്ദിച്ചെന്ന പരാതിയുമായി പി.കെ. ബാവയും. തെളിവെടുപ്പിനായി CCTV നോക്കുമ്പോൾ സുരക്ഷാ ക്യാമറ പ്രവർത്തനരഹിതം. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് കഴിഞ്ഞ ശേഷം നഗരസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരാവകാശ പ്രവർത്തകൻ കബീർ മണ്ണിശ്ശേരിയെ മലപ്പുറം മുനിസിപ്പൽ ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ബാവയും ഏതാനും യൂത്ത് ലീഗ് നേതാക്കളും കയ്യേറ്റം ചെയ്തതായി കബീർ പോലീസിൽ പരാതി നൽകി. അനാവശ്യമായി സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കബീറിന്റെ പരാതി. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം കബീർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. പോലീസ് കേസെടുത്തു. FIR തയ്യാറാക്കി അന്വേഷണം നടത്തുന്നു. അതേസമയം മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ബാവയെ ഫേസ്ബുക്കിലൂടെ വ്യക്തിഹത്യ നടത്തിയത് ചോദ്യം ചെയ്തതിന് ലീഗ് സെക്രട്ടറിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന പരാതിയുമുണ്ട്. ഈ പരാതിയിലും പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. IT ആക്ട് പ്രകാരവും പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മണ്ണിശ്ശേരി കബീർ തന്റെ ഫേസ്ബുക്ക് വാളിലൂടെ പി.കെ. ബാവയ്ക്കെതിരെ വളരെ മോശമായ രീതിയിൽ പോസ്റ്റിട്ടതെന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത്. അടുത്ത ദിവസം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരിക്കും മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി.കെ. ബാവയ്ക്കുമെതിരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ വീണ്ടും പോസ്റ്റിട്ടിരുന്നു. ഇന്ന് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് മുനിസിപ്പാലിറ്റിയിലെത്തിയ സമയത്ത് മണ്ണിശ്ശേരി കബീറിനെ കണ്ടുമുട്ടിയപ്പോൾ എന്തിനാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പി.കെ. ബാവയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്ന് ലീഗ് പ്രവർത്തകർ പരാതിയിൽ പറയുന്നു. തുടർന്ന് ബാവ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭയിൽ മുൻഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എത്തിയപ്പോൾ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നും കേടുപാടുകൾ തീർക്കാനായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണെന്നുമായിരുന്നു അധികൃതരുടെ മറുപടി. മാസങ്ങൾക്ക് മുമ്പ് കബീർ മണ്ണിശ്ശേരിയെ പി.കെ. ബാവ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുണ്ടായിരുന്നു. ശേഷം സോഷ്യൽ മീഡിയ വഴി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി വാഗ്വാദങ്ങളും വെല്ലുവിളികളും നടന്നു. മലപ്പുറം നഗരസഭയിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെ ഹിയറിംഗിനെത്തിയ കബീർ മണ്ണിശ്ശേരിയെ നഗരസഭ ഓഫീസിൽ വെച്ച് കയ്യേറ്റം ചെയ്ത മുസ്ലിം ലീഗ് ഗുണ്ടകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നഗരസഭ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ O. സഹദേവൻ പത്രക്കുറിപ്പിറക്കി. രാഷ്ട്രീയ വിയോജിപ്പോ അനീതികൾക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്നവരെ കായികമായി ആക്രമിക്കുന്നത് വെച്ചുപൊറുപ്പിക്കാനാവുന്നതല്ല എന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലം തെറ്റി പെയ്യുന്ന മഴയ്ക്കൊപ്പം മലപ്പുറം നഗരത്തിൽ നടക്കുന്ന അടിമേളം വരും ദിവസങ്ങളിൽ പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് കരുതപ്പെടുന്നത്. SS ന്യൂസ് മലപ്പുറം.